അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും സുഖത്തിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്താൽ എനിക്ക് വളരെയധികം ഉപകാരമായിരിക്കും. കാരണം സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതും കൂടി ഓർമ്മയിൽ വെക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇന്നും ചെറിയൊരു അറിവുമായിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ നിക്കാഹ് ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅക്കദായ സുന്നത്ത്, നബിൻ്റെ ഏറ്റവും ശക്തമായൊരു സുന്നത്തിൽ പെട്ടതാണ് നിക്കാഹ് എന്നുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകമായ മാസമുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ശവ്വാൽ, അതേപോലെ തന്നെ സഫർ, അതേപോലെ തന്നെ റമളാൻ, ഈ 3 മാസങ്ങളാണ് നിക്കാഹിന് ഏറ്റവും ഉചിതമായ നല്ല മാസം. മാസങ്ങളിൽ ശവ്വാൽ, സഫർ, റമളാൻ എന്നീ 3 മാസങ്ങളിൽ നിക്കാഹ് നടത്താൻ പ്രത്യേക സുന്നത്തുള്ളത്. പിന്നെ ബാക്കിയുള്ള മാസങ്ങളെല്ലാം നിക്കാഹിൻ്റെ വിഷയത്തിൽ എന്താണ്, സമാന പദവിയിലാണുള്ളത്. അഥവാ എങ്ങനെ കഴിച്ചാലും ഒരേപോലെ ആയിരിക്കും. ഈ 3 മാസം ഒഴിച്ചതിന് പ്രത്യേക സുന്നത്തുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിനെ നിക്കാഹ് ചെയ്യുന്നത് ശവ്വാൽ മാസത്തിലാണ്. കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ മകൾ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹു നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത്, അലി റളിയല്ലാഹു അൻഹുവിനെ നിക്കാഹ് ചെയ്ത് കൊടുത്തത് സഫർ മാസത്തിലാണ്. അപ്പോൾ ശവ്വാൽ, സഫർ ഈ 2 മാസം നമുക്ക് കവർ ചെയ്തു. അതേപോലെ തന്നെ റമളാൻ മാസത്തിൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് റമളാൻ നിക്കാഹ് സുന്നത്താണെന്ന് ഷാഫി പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ നിക്കാഹിന് പറ്റാത്ത ഒറ്റ ദിവസവും ഇല്ല എന്നുള്ളതാണ്. അഥവാ ഏത് ദിവസം നിക്കാഹ് നടത്തിയാലും അതിൽ ഹറാമോ കറാഹത്തോ ഖിലാഫുൽ ഔലയോ ഇല്ല. അപ്പോൾ നഫ്സിൻ്റെ ദിവസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യത്തിൽ വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിനൊന്നും എതിരല്ല. ഏത് ദിവസം കഴിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പുലർത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.